റീ റിലീസിങ്ങിൻ്റെ കാലമാണ്. 90കളിലും 2000കളിലും 2010, 15, 20 കണ്ടിട്ടുള്ള പല പടങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ കുറേ ഗ്രാഫിക്സ് കൂട്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി കൂട്ടിയിട്ടും എല്ലാം തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഈ ബാഹുബലി ഇടയുണ്ടായി എപ്പിക്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ ഫീലിങ്സോ അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും കൺക്ലൂഷനും ബിഗിനിങ്ങും കണ്ടതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് എ ഫിലിം. 1000 തവണ നമ്മൾ കണ്ടു പടം. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് എന്ത് പ്രയോജനമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു റീ റിലീസിങ് നമുക്കൊരു പുത്തൻ വിഷയം അല്ലെങ്കിൽ പുത്തൻ മാറ്റർ ബിഗ് സ്ക്രീനിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും എക്സൈറ്റ്മെൻറ്റ് കൂടുക. എൻ്റെ ഒരു അഭിപ്രായമാണ്, പൊതു അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ഞാനൊരു 100 പേരോട് ഞാൻ ചോദിച്ചു ഈ കാര്യം. അപ്പം ഞാൻ എഴുതി വെച്ചത് കൊണ്ട് പറയാണ്, ഒരു 89 പേര് എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്നുള്ള രൂപത്തിലാണ് എനിക്ക് അത് പ്രോബബിലിറ്റിയാണ്. ബാക്കി 11 പേർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായവും റീ റിലീസിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ട്. ആർക്കാണ് ഇതിനെക്കൊണ്ടുള്ള പ്രോഫിറ്റ്? പ്രൊഡ്യൂസർമാർക്കാണോ, നടന്മാർക്കാണോ, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കാണോ? ഒരു പുതിയ നമ്മളോട് സംസാരിക്കുമ്പോഴല്ലേ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് ലാഭം ഉണ്ടായിരിക്കാം പലർക്കും. പക്ഷേ ഒരു ബിഗ് സ്ക്രീനിലിട്ടിട്ട് ഇങ്ങനെ ആളുകൾ തലയിൽ കയറ്റി കൊണ്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ടി വിയിലും എല്ലാം തന്നെ ഒരുപാട് കണ്ട സിനിമയാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ട സ്ഫടികം എന്ന മൂവിയാണ്. സ്ഫടികം കണ്ടതോടുകൂടി ഞാൻ നിർത്തിയതാണ് പരിപാടി. എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ സ്ഫടികം ഈസ് എ ഗ്രേറ്റ് ഫിലിം. ആൻഡ് ഓൾസോ രാവണപ്രഭു കഴിഞ്ഞ ദിവസം വന്നു. രാവണപ്രഭു ഒക്കെ ബിഗ് സ്ക്രീനിലിട്ട് കാണാന്ന് പറയുന്നത് അത് വല്ലാത്തൊരു മൈൻഡുള്ള ആളുകളാണ്. കാരണം ദേവാസുരത്തിൻ്റെ ഒരു ലോ ഗ്രേഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. രഞ്ജിത്ത് എടുത്ത പടമാണ്, രഞ്ജിത്ത് സാർ എടുത്ത പടമാണ്. അത്രത്തോളം ഹൈപ്പുള്ള പടമൊന്നല്ല. പൊട്ടുകുത്തടി പുടവച്ചുടി എന്ന പാട്ടിനെ വരെ സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. എന്തിനായി കഴിഞ്ഞാലും ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്? പ്രൊഡ്യൂസർമാർക്കാണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു ആശയമാണ് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത്. നമുക്ക് പുതിയ ആശയം, ഒരുപാട് ആശയങ്ങൾ നമുക്കുണ്ടല്ലോ. പുത്തൻ ആശയങ്ങൾ ചർച്ച ചെയ്യട്ടെ. സിനിമകളിലൂടെ നമുക്ക് പുത്തൻ ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന സംവിധായകർ ഒരുപാട് മുമ്പോട്ട് വരുന്നുണ്ട്. അവർ ചർച്ച ചെയ്യട്ടെ. അല്ലാതെ പഴയ സിനിമ ഇട്ടിട്ട് നമ്മളെ മനമെടുക്കുന്നത് എന്തിനാണ്? യോജിക്കാൻ സാധിക്കുന്നില്ല.